ഹലോ നമസ്കാരം കൂട്ടുകാരെ. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ 2 വീഡിയോ ഇട്ടായിരുന്നു. ഒന്ന് SBI വർക്ക് ഫ്രം ഹോം റിക്രൂട്ട്മെന്റ്, അതുകൂടാതെ സെൻട്രൽ ഗവൺമെന്റ് ടെലികാളർ റിക്രൂട്ട്മെന്റ്. ഈ 2 വീഡിയോ ആണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തത്. ഒരുപാട് പേര് കണ്ടവരെല്ലാം എനിക്ക് റിപ്പോർട്ട് ചെയ്തു. ഒരുപക്ഷെ ആദ്യം കണ്ടവർ, ഞാൻ മിനിഞ്ഞാന്നാണ് ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്ത്. മിനിഞ്ഞാൻ നോക്കിയായിരുന്നു, ആരും എനിക്ക് അങ്ങനെ ഒരു കമന്റ് ചെയ്തില്ല. സെൻട്രൽ ഗവൺമെന്റ് ടെലികാളർ റിക്രൂട്ട്മെന്റ് കണ്ടവരുണ്ടെങ്കിൽ, നിങ്ങൾ അപ്ലൈ ചെയ്തവരുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അത് കമന്റ് ചെയ്യണം, ഞാനത് അപ്ലൈ ചെയ്തെന്ന്. ബാക്കിയുള്ളവർക്ക് കൂടെ ഒരു വിശ്വാസമാവും. കാര്യം എനിക്ക് തന്നെ വളരെ പ്രയാസമായി. അപ്പോൾ ഞാൻ ആ 2 വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പലരും വന്ന് കമന്റ് ചെയ്ത്, അപ്ലൈ ലിങ്ക് തുറക്കുന്നില്ല, വേക്കൻസി ഇനി തുറന്നാൽ തന്നെ വേക്കൻസി കാണുന്നില്ല, അപ്ലൈ ചെയ്യാൻ കഴിയുന്നില്ല, ജോബ് റിമൂവ് ചെയ്തോ എന്നിങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഉത്തരങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ആക്ച്വലി ഞാൻ ആ വീഡിയോ ചെയ്യുമ്പോൾ ലിങ്കൊക്കെ ശരിയായിരുന്നു, അപ്ലൈ ലിങ്ക് ശരിയായിരുന്നു, അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അത് ഉണ്ടായിരുന്നു. ഞാൻ 2ഉം അപ്ലൈ ചെയ്ത് നോക്കിയിട്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. കാര്യം അപ്ലൈ ചെയ്യാൻ പോയാൽ അതിന് ഒരുപാട് സമയമെടുക്കും. അപ്പം നിങ്ങളെ അത്രയും മുഷിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചാൽ ഞാനത് അപ്ലോഡ് ചെയ്യാഞ്ഞത്. ഞാനത് ടെസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അത് ഇട്ട് തന്നെ. അപ്പം ഞാനത് ഇന്നലെ 2 ദിവസമായിട്ട് അതിൻ്റെ കമൻറ്റ് ഇങ്ങനെ വന്നതുകൊണ്ട്, ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് വന്നതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ അത് ചെക്ക് ചെയ്ത്. അപ്പം ഞാൻ വിചാരിച്ച ഞാൻ ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും നിങ്ങൾ മിസ്റ്റേക്ക് ചെയ്യുന്നത് കൊണ്ടായിരിക്കും വരാത്തെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇന്ന് രാവിലെ അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ ഇത് ചാറ്റ് GPT-യിൽ പോയി ഞാൻ ചെക്ക് ചെയ്ത്, എന്താണ് അവിടെ പ്രശ്നം, എന്തുകൊണ്ടാണ് ഇത് കാണാത്തത്, അല്ലെങ്കിൽ ഈ വേക്കൻസി എന്തുകൊണ്ട് അവിടെ കാണുന്നില്ല. ഞാൻ ഇത്രയും ദീർഘമായിട്ട് പറയുന്നത്, ഞാൻ ഒരിക്കലും ഇത് റോങ് വീഡിയോ, അതായത് ഫേക്ക് വീഡിയോ ഞാൻ ഇടാറില്ല. ഐഡന്റിക്കേറ്റഡ് ചെക്ക് ചെയ്ത്, അതുകൂടാതെ ഞാൻ ചാറ്റ് GPT എന്ന് പറയുന്ന, അവർ കള്ളം പറയത്തില്ല. ചാറ്റ് GPT എന്ന് പറയുന്ന ആ വെബ്സൈറ്റ് അത് ഒരിക്കലും കള്ളം പറയത്തില്ല. അപ്പോൾ അവിടെയൊക്കെ പോയി ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ വേക്കൻസി ഷെയർ ചെയ്യുന്നത്. 100% കോൺഫിഡൻസോടുകൂടി ഞാൻ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് തന്നാൽ അതിന് കമൻറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ ചാറ്റ് GPT-യിൽ പോയി ഈ കാര്യങ്ങളെ പറ്റി അന്വേഷിച്ച്, അപ്പം ചാറ്റ് GPT-യിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം ഇതായിരുന്നു നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷൻ ലിങ്ക്. ഇവിടെ പറയുന്നത്, ഇഫ് ദ ഫോം ഡസ് നോട്ട് ഓപ്പൺ ഓർ ഷോ ആൻ എറർ ഇറ്റ് മേ ബി ബിക്കോസ്, അതായത് ഈ ഒന്നുകിൽ ഇത് ഓപ്പൺ ആകുന്നില്ല, അല്ലെങ്കിൽ അവിടെ ഈ വേക്കൻസി കാണിക്കുന്നില്ലെങ്കിൽ 2-3 കാരണങ്ങളാണ് അവർ പറയുന്നത്. ഒന്ന്, റിക്രൂട്ട്മെന്റ് ഹാസ് ബീൻ ക്ലോസ്ഡ്, അതായത് ഏതാണ്ട് അടുത്ത ഡേറ്റിനോട്, എനിക്ക് തോന്നുന്നത് അതായത് ജൂലൈ 1 or 2 തീയതിയാണ് അത് ക്ലോസ് ആകുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന റിക്രൂട്ട്മെന്റ് അവർ ക്യാൻസൽ ആക്കി കാണും, അവർക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷനൊക്കെ കിട്ടിയതുകൊണ്ട്. ഇത് ആപ്ലിക്കേഷൻ ലിമിറ്റ് ഹാസ് ബീൻ റീച്ച്ഡ്, അവർ എന്തുമാത്രം ആപ്ലിക്കേഷൻ അവർ ഡിമാൻഡ് ചെയ്യുക, ആ ആപ്ലിക്കേഷനൊക്കെ അവർക്ക് കിട്ടി, അതുകൊണ്ട് അവർ മുന്നോട്ട് പോകേണ്ട, അവർക്ക് വീണ്ടും തലവേദനയാവും ഒരുപാട് ആപ്ലിക്കേഷൻ കിട്ടിയ, അത് കാരണം അവർ റിമൂവ് ചെയ്ത് എന്നാണ് ഇവിടെ പറയുന്നത്. നബീസ് has temporarily disabled the online form while updating the vacancy, അതായത് അവർ ഓൺലൈൻ തന്നിരിക്കുന്ന ഫോം ഡിസേബിൾഡ് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതായത് നമ്മുടെ കേരളത്തിന്റെ കൂടാതെ അവിടെ വേറെ 4-5 ലൊക്കേഷൻ സ്റ്റേറ്റിനെ അതിപ്പോഴും കാണിക്കുന്നുണ്ട്, പക്ഷെ കേരളത്തിന്റെ അവർ ക്ലോസ്. ഇപ്പം ഞാൻ അതുകൊണ്ട് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾ എൻ്റെ വീഡിയോ ഇതിനു മുന്നേ ഈ നബാർഡിന്റെ ഇന്നലെയോ മിനിഞ്ഞാന്നോ നിങ്ങൾ കണ്ടിട്ട് അത് അപ്ലൈ ചെയ്തെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം, ഞാൻ അപ്ലൈ ചെയ്തെന്ന്. കാര്യം മറ്റുള്ളവർക്ക് കൂടെ അതൊരു കൺഫർമേഷൻ. ഞാൻ ഒരിക്കലും ഫേക്ക് വീഡിയോ, റിയൽ അല്ലാത്ത വീഡിയോ അത് ഒരുപാട് ചെക്ക് ചെയ്തേ പിന്നെ ഞാൻ ഇടാറുള്ളൂ. ഇനി അപ്പോൾ അവർ തന്നെ ചാറ്റ് GPT എനിക്ക് തരുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, career@nafines.org എന്ന് പറഞ്ഞ് ഇവരുടെ ഒരു ഇമെയിൽ ID, കാരിയറിന്റെ ഇമെയിൽ ID ആണ്, ഇവിടെ നബാർഡിന്റെ കാരിയർ ഇമെയിൽ ID ആണ്. ഈ ഇമെയിൽ IDയിൽ നിങ്ങൾ, ഞാനൊരു ആപ്ലിക്കേഷൻ PDF ഫയൽ തന്നിട്ടുണ്ട്, ആ ആപ്ലിക്കേഷൻ ഫയൽ ഞാൻ കാണിക്കാം നിങ്ങളെ. ഇവിടെ ഇത് PDF ഫയലാണ്. ഇത് ഞാൻ ചെയ്യണമെന്ന് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യത്തില്ല, കാര്യം അവർ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് അവർക്ക് തികഞ്ഞത് കൊണ്ടാണ്, അവർക്ക് വർക്ക് ലോഡ് കൂടുതൽ വന്നതുകൊണ്ട് അവർ അത് ക്യാൻസൽ ചെയ്ത്. അപ്പം ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യത്തില്ല, എങ്കിലും നിങ്ങൾക്ക് ഒരു വിശ്വാസത്തിന് വേണ്ടി പറയുകയാണ്. ഇവിടെ തന്നിട്ടുണ്ട് PDF ഫയൽ, നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്ത് ഇത് ഫില്ലപ്പ് ചെയ്യുക. നെയിം ഇൻ ഫുൾ, എക്സ്പെൻസസ് ഓഫ് ഇൻഷുറൻസ്, ഇവിടെ ഫോട്ടോ ഒട്ടിക്കണം. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് ഫോമാണ്, പക്ഷേ ഇച്ചിരി ടഫുമാണ് ഇത് ചെയ്യുവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നിങ്ങൾ ഞാൻ തരുന്ന ഇമെയിൽ ID, ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇമെയിൽ ID തന്നിട്ടുണ്ട്. ആരെങ്കിലും കമൻറ്റ് ചെയ്താൽ വീണ്ടും കമൻറ്റിന് മറുപടി ആയിട്ടാണ് ഇമെയിൽ ID തരാം. ആ ഇമെയിൽ IDയിൽ നിങ്ങൾ ഇത് ഫില്ലപ്പ് ചെയ്ത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്ത് നിങ്ങൾ ഇമെയിൽ ചെയ്താൽ മതി. ഇപ്പോൾ ഇമെയിൽ ID ഇവിടെ കാണിക്കുന്നുണ്ട്, career@nafines.org എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. നിങ്ങൾ ചെയ്യുന്നെങ്കിൽ, ഞാൻ അതിനെപ്പറ്റി നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നില്ല,
കാര്യം നിങ്ങൾക്ക് ഒരു സന്തോഷം വരണമെങ്കിൽ അല്ല ഞാൻ ഇതിന് അപ്ലൈ ചെയ്തില്ലല്ലോ എന്നൊരു നിങ്ങൾക്ക് സങ്കോചം ഉണ്ടാകല്. അതിനുവേണ്ടി നിങ്ങൾക്ക് ചെയ്യാം. ഇവിടെ പറയുന്നുണ്ട് send your updated resume /CV to this email ID and mention the post name in the subject to online. നിങ്ങൾ മെയിൽ ചെയ്യുമ്പോഴത്തേക്ക് സബ്ജക്റ്റിൽ ഏത് പോസ്റ്റാണ് വർക്ക് ഫ്രം ഹോം കാലണ്ടർ വേക്കൻസി ആയിരുന്നു അത് നിങ്ങൾ അവിടെ ആ ഒരു സബ്ജക്റ്റിൽ കാണിച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നെങ്കിൽ ചെയ്യാൻ നിർബന്ധമില്ല. ഇത് ഒന്നാമത്തെ കാര്യം. നബാർഡിന്റെ ഇങ്ങനെയായി. ഇനി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു, അതിലും സെയിം പ്രോബ്ലമാണ് വരുന്നത്. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആ ഒരു വീഡിയോ ഇട്ടിരുന്നു ഞാൻ, അതിലും സെയിം പ്രോബ്ലം ആയിരുന്നു വരുന്നത്. അവിടെ നോക്ക്, അവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പം ഞാൻ തന്നിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു പൊസിഷനിലേക്കായിരിക്കും നിങ്ങൾ വരുന്നത്. എനിക്കിവിടെ ഇതാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ പറയുന്നത് ദിസ് ജോബ് ഈസ് നോ ലോങ്ങർ അവൈലബിൾ എന്നാണ് പറയുന്നത്. അതായത് ആ ജോബ് അവർ അവിടുന്ന് മാറ്റിക്കളഞ്ഞ് അവർക്കുള്ള ആപ്ലിക്കേഷൻ കിട്ടിക്കാണും, അല്ലെങ്കിൽ കൂടുതൽ അവർ ആവശ്യപ്പെടുന്ന ആപ്ലിക്കേഷൻ നമ്മൾ അയക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് അടുത്ത്, അതുകൊണ്ട് അവർ അവിടുന്ന് അത് മാറ്റിക്കാണും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ദിസ് ജോബ് ഈസ് നോ ലോങ്ങർ അവൈലബിൾ. അതിനകത്ത് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നോ ലോങ്ങർ അവൈലബിൾ. അതല്ലെങ്കിൽ പിന്നെ നോട്ട് ഫൗണ്ട് എന്ന് കണ്ടാണ്. അപ്പോൾ അതവിടെ ഈ വേക്കൻസി ഉണ്ടായിരുന്നു, പക്ഷേ ഈ വേക്കൻസി അവരവിടുന്ന് മാറ്റി. അപ്പൊ ഇവിടെ നമുക്ക് അത് കണക്ക് മറ്റേ നബാർഡിന്റെ കണക്ക് ഇവിടെ ഈ SBIയുടെ ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ ഒന്നുമില്ല. നിങ്ങൾക്ക് വേണേൽ ഇവിടെ നോക്കാം. ഇവിടെ വേറെയുള്ള ഇവിടെ ഈ ഒരു കാണിക്കുന്നുണ്ട് ബി വാൾ ജോബ് എന്നുള്ള. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഒരുപാട് വേക്കൻസി വരുന്നുണ്ട് മറ്റുള്ള സ്ഥലത്തൊക്കെ ഉള്ളത്. അവിടെ പക്ഷേ ഇവിടെ വരുന്നത് നിങ്ങൾ ചെന്നൈയിൽ വേക്കൻസി ഉണ്ട്, കൊച്ചി 2 വേക്കൻസി ഉണ്ട്, നിങ്ങൾ നോക്കണം. പക്ഷേ വർക്ക് ഫ്രം ഹോമിന്റെ വേക്കൻസി ഇല്ല. ഇവിടെ കൊച്ചിയിലെ 2, കൊച്ചിയിലെ ആദ്യത്തെ വേക്കൻസി മാനേജർ ഏരിയ സെയിൽസിന്റെ. നിങ്ങൾക്ക് 5 തൊട്ട് 8 വർഷം വരെ എക്സ്പീരിയൻസ് വേണം, അത് നമുക്ക് പറ്റത്തില്ല എൻ്റെ അഭിപ്രായത്തിൽ. അതുപോലെ തന്നെ ഡെപ്യൂട്ടി മാനേജർ ഏരിയ സെയിൽസിന്റെ ആണ്. ഇത് നിങ്ങൾക്ക് 3 വർഷം തൊട്ട് 3 വർഷം വരെ മിനിമം നിങ്ങൾക്ക് ഇത് ഈ 2 വേക്കൻസി ഇവിടെ കാണുന്നുള്ളൂ. അല്ലാതെ വർക്ക് ഫ്രം ഹോമിന്റെ ജോബ് ഇവിടുന്ന് മാറ്റി നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ലൊക്കേഷൻ അപ്ലൈ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ബിന്ദാസിൽ അപ്ലൈ ചെയ്യുക, ഒരു കുഴപ്പമില്ല. ഇതിപ്പം വേക്കൻസി ഉണ്ട്. ബാക്കി 2 വേക്കൻസി എൻ്റെ കുറ്റമല്ല, ഞാൻ നിങ്ങളെ കളിപ്പിക്കാനോ ഒന്നുമല്ല. ആർക്കെങ്കിലും ഞാൻ ഈ വീഡിയോ ഇടുന്നത് നിങ്ങൾ വിചാരിക്കുക എനിക്ക് ഈ വീഡിയോയിൽ നിന്ന് ഒരുപാട് പൈസ കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു പക്ഷേ വിചാരിക്കും ഞാൻ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഞാൻ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾ വേറെ ഏതെങ്കിലും യൂട്യൂബറിനോട് ചോദിക്കണം അവർക്ക് എന്തുമാത്രം പൈസ കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ലക്ഷക്കണക്കിന് മില്യൺ ആൾക്കാർ കണ്ടാലാണ് നമുക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടുന്നത്. അങ്ങനെയൊന്നും എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ 10,000-15,000 മാക്സിമം കാണും, അതിൽ കൂടുതലൊന്നും കാണാറില്ല. പക്ഷെ എൻ്റെ ഒരു പാഷനാണ് ഇത് ഇങ്ങനെ വീഡിയോ ഉണ്ടാക്കി നിങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളത്. ആരെങ്കിലും 1000 പേര് അപേക്ഷിച്ച് അല്ലെങ്കിൽ 10,000 പേര് അപേക്ഷിച്ച് ആരെങ്കിലും ഒരാൾക്കെങ്കിലും കിട്ടണമെന്നുള്ള ആ ഒരു താല്പര്യത്തോടു കൂടിയാണ് ഞാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല. അപ്പം അത് എൻ്റെ മിസ്റ്റേക്ക് അല്ലെങ്കിൽ തന്നെ നിങ്ങളത് എൻ്റെ മിസ്റ്റേക്കായിട്ട് കണക്കാക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ 2 നിങ്ങളെ ചെയ്ത് നിങ്ങളുമായിട്ട് ഈ കാര്യം പറഞ്ഞത്. ഇത്രയും അധികം ഞാൻ നീട്ടുന്നില്ല, ഈ കാര്യം പറയാൻ വേണ്ടി ഞാൻ വന്നതാണ്. അപ്പം എനിക്ക് വീണ്ടും നിങ്ങളോടൊരു റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ എൻ്റെ ആ നേരത്തെ വീഡിയോ കണ്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്തെങ്കിൽ അത് ഞാൻ അപ്ലൈ ചെയ്തെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. കാര്യം അത് മറ്റുള്ളവർക്ക് കൂടെ ഒരു മോട്ടിവേഷൻ ആവും. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.